പിണറായിയും പരസ്യമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഇരുവരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അഭൂതപൂർവമായ സംഭവം അരങ്ങേറി. ചിന്തിക്കട്ടെന്ന് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇത് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു പോകണമായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോവുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. മാന്യതയോട് കൂടിയിട്ടുള്ള ഒരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാം. സാമാന്യ മര്യാദ പാലിക്കണം എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും ബാധകമാണ്. എനക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, ഞങ്ങളെ സഖാക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്. 2009 പിണറായിയെ തിരിച്ചെടുത്തെങ്കിലും ലാവ്ലിൻ കേസിൽ തന്റെ പരസ്യമായ നിലപാടിൽ നിന്ന് മാറാൻ വിസമ്മതിച്ച VSന്റെ ശിക്ഷ തുടർന്നു. അപ്പോഴേ ഈ ടീം UDFന്റെ പുറകെ ഓടി നടന്ന് അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത് നോക്കി നടക്കുന്ന സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക നല്ലതാണ്. നിങ്ങളെ പാർട്ടിയിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ചെറിയ ഇഷ്യൂസൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. നിങ്ങളെ പാർട്ടിയെ പോലെയല്ല ഈ ടീം UDF എന്ന് പറയുന്നത് വലിയൊരു പാർട്ടിയാണ്. ഇന്ത്യയിൽ പടർന്ന് പന്തലിച്ചെടുക്കുന്ന ഒരു വലിയ ഒരു വടവൃക്ഷമാണ് ഈ ടീം UDF എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ഭരണം ഉണ്ടായിരുന്നു, അത് നിങ്ങളെ കയ്യിലിരിപ്പാണ് ജനങ്ങൾ തൂത്തെറിഞ്ഞു. അതോടുകൂടി കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. അതിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ കേരള ജനത സായി കെട്ടിട്ട് ഇവിടുന്ന് പറഞ്ഞു. ഇനി ഇങ്ങനൊരു സംഗതിയില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു സ്റ്റേറ്റിലും നിങ്ങളൊരു മുഖ്യമന്ത്രി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത്രയ്ക്കും ദയനീയമായ രീതിയിൽ നിൽക്കുന്ന നിങ്ങൾ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മുന്നേറിയ UDFന്റെ പുറകെ അവരെന്ത് ചെയ്യുമെന്ന് നോക്കി നടക്കുന്ന ഒരു പരിപാടി. നിങ്ങളെ പാർട്ടി എന്തെങ്കിലും വളവും ഒഴിച്ചിട്ട് ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കാൻ നോക്കാമെന്നല്ലാതെ UDFന് നിങ്ങൾ ആരെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇപ്പോൾ UDFൽ ഇപ്പോൾ ഉള്ള ഈ നടക്കുന്ന ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ കാരണങ്ങൾ ഘടാഘടിയന്മാരായ 3 നേതാക്കന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അതിനുള്ള ഗഡ്സ് അവർക്കുണ്ട്, അതിനുള്ള എല്ലാ അർഹതയും അതിനുള്ള എല്ലാ കൈമാർക്കും ഉള്ളതുകൊണ്ടാണ്. നിങ്ങളെ പാർട്ടിയെ പോലെ ആണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഇപ്പം ഈ 3 നേതാക്കന്മാർക്ക് അതിനുള്ള അർഹത ഉണ്ട്. അപ്പം ഇവരിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുന്നുള്ളൊരു പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇച്ചിരി സമയം ഉണ്ടാവും. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. ഇത്ര ദിവസമായിട്ടും ജയിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തിട്ടില്ല. പ്രധാനമന്ത്രിയുടെ അണ്ടലുണ്ടായിരുന്ന ഡൽഹിയിൽ അന്ന് ജയിച്ച സമയത്ത് 50 ദിവസം വേണ്ടി വന്നിരുന്നു. 50 ദിവസം. ഇതിപ്പോൾ 5 ദിവസമായിട്ടില്ല. പ്രധാനമന്ത്രിക്ക് എന്തൊരു ഉത്കണ്ഠയാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF അനുയോജ്യമായ തീരുമാനങ്ങൾ അതിനെടുക്കും. ടീം UDF ആണ്, അതെടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണാനും പറ്റും. ജനങ്ങളെ വികാരം എന്താണോ അതാണ് നോക്കുന്നത് നേതാക്കന്മാർ. ഹൈക്കമാൻഡ് നോക്കുന്നത് ജനങ്ങളെ വികാരം എന്താണോ, ജനങ്ങൾ ആരാണോ ആവശ്യപ്പെടുന്നത് അതെന്നെ തിരഞ്ഞെടുക്കും. യാതൊരു സംശയവുമില്ല. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ശുഭകരമായൊരു വാർത്ത കേൾക്കാൻ പറ്റും. കുളത്ത് തപ്പുന്നവർക്കൊക്കെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ വൈകാതെ വരും. ഓക്കെ.